ഒരു കറണ്ട് ക്യാരിങ് സ്ട്രെയിറ്റ് വയറിനടുത്ത് ഒരു മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ വെച്ചാൽ അതിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുമെന്ന് ഡാനിഷ് ഫിസിസിസ്റ്റ് ഹാൻസ് ക്രിസ്ത്യൻ ഏഴ്സ്റ്റഡ് കണ്ടെത്തി. Then Ersted concluded that moving charges or currents produced magnetic field in the surrounding space. The direction of magnetic field depends on the direction of current. ഈ ഫിഗറിൽ നമ്മൾ കാണുന്നത് the magnetic field due to a long straight current carrying wire ആണ്. The wire is perpendicular to the plane of the paper. A ring of compass needle surrounds the wire. അതിന് ചുറ്റിലും നമ്മൾ കാണിക്കുന്നത് ആ കോമ്പസ് നീഡിലിൻ്റെ ഓറിയൻറ്റേഷനാണ്. എ ഫിഗറിൽ കാണുന്നത് ദ കറൻറ്റ് എമേജസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആൻഡ് ബി ഷോസ് ദ കറൻറ്റ് മൂവ്സ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അങ്ങനെ രണ്ട് കൺസെപ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. കറൻറ്റ് out of the plane of the paper and current moves into the plane of the paper. രണ്ട് കേസസിലും കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനായി നമ്മൾ രണ്ട് തരത്തിലുള്ള സിംബൽസ് ഉപയോഗിക്കുന്നു. ഒന്ന് ഡോട്ടഡ് സിംബലും മറ്റേത് ഒരു ഇൻറ്റു പോലെയുള്ള ഒരു ക്രോസ് സിംബലുമാണ് ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. സി എന്ന ഫിഗറിൽ നമ്മൾ കാണുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കേസാണ്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് അയൺ ഫൈലിങ്സ് എറൗണ്ട് ദ വയർ. ദ ഡാർക്കൻഡ് എൻഡ്സ് ഓഫ് ദ നീഡിൽ റെപ്രസെൻറ്റ് നോർത്ത് പോൾ. ദി ഇഫക്റ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നെഗ്ലെക്റ്റഡ് ഇൻ ദിസ് കേസ്. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ സീ ഹൗ മാഗ്നറ്റിക് ഫീൽഡ് എക്സേർട്സ് ഫോഴ്സസ് ഓൺ മൂവിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് like electrons, protons and current carrying wires. മാഗ്നറ്റിക് ഫോഴ്സിൽ മൂവ് ചെയ്യുന്ന ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ദാറ്റ് വാസ് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ഹെൻറിക് ആൻറ്റോൺ ലോറൻസ് ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. The force on a charge moving in a magnetic field, it is given by F is equal to QVB sin theta. Q is the charge, V is the velocity, B is the magnetic field, theta is the angle between velocity and the magnetic field. Or we can write F is equal to Q into V cross B. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അറ്റ് ഫസ്റ്റ്, ഇഫ് ദ ചാർജ് ഈസ് അറ്റ് റെസ്റ്റ്, അതായത് വി ഈസ് ഈക്വൽ ടു 0, ദെൻ എഫ് ഈസ് ഈക്വൽ ടു 0. ദസ് എ സ്റ്റേഷനറി ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോട്ട് എക്സ്പീരിയൻസ് എനി ഫോഴ്സ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ആ ചാർജ് ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്നർത്ഥം. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ഓർ 180 ഡിഗ്രി, ദാറ്റ് ഈസ് ഇഫ് ദ ചാർജ് മൂവ്സ് പാരലൽ ഓർ ആൻറ്റി പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ എഫ് ഈസ് ഈക്വൽ ടു 0. ചാർജ് പാരലൽ ആയിട്ടോ ആൻറ്റി പാരലൽ ആയിട്ടോ മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷന് അങ്ങനെയാണെങ്കിലും എഫ് ഈസ് ഈക്വൽ ടു 0. If theta is equal to 90 degree, that is, if the charge moves perpendicular to the magnetic field, then the force is maximum. That is, F max is equal to QVB. Magnetic Lorentz force in the direction can be found using right hand rule. നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം തമ്പിൻ്റെ ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ നമ്മുടെ ആ ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനിലായിട്ടായിരിക്കും, സറൗണ്ടിങ് ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇനി വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഡയറക്ഷൻ നമ്മുടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അവർക്കിടയിലുള്ള ആംഗിൾ ഈസ് ഓൾസോ സ്പെസിഫൈഡ്.
പ്ലസ് ക്യൂ ചാർജ്, എ ഫിഗറിൽ പ്ലസ് ക്യൂ ചാർജാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബി ഫിഗറിൽ മൈനസ് ചാർജും പ്ലസ് ചാർജും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതെല്ലാം പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ എ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചു, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ F is equal to Q into V cross B. Thus, F is perpendicular to V and hence perpendicular to the displacement. Therefore, the work done W is equal to 0. ഇവിടെ ഫോഴ്സ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. സോ വി ക്യാൻ കൺക്ലൂഡ് ദ വർക്ക് ഡൺ ബൈ ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് ഈസ് 0. ഇനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ when it is moving through a magnetic field is also 0. And next point is the magnetic field can change the direction of velocity of a charged particle but not its magnitude. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് കൂടെ കിട്ടി. മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, പക്ഷേ മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ലോറൻസ് ഫോഴ്സ്. ഒരു ചാർജ് കമ്പൈൻഡ് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈസ് F is equal to QE plus Q into V cross B. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F is equal to QE ആണെന്ന്. ഇപ്പോൾ നമ്മൾ പഠിച്ചു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈസ് Q into V cross B ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ F is equal to QE plus Q into V cross B. Or we can write Q into E plus V cross B. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചില യൂണിറ്റ്സ് നമുക്ക് പരിചയപ്പെടാം. മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓർ മാഗ്നറ്റിക് ഫ്ലെക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓർ മാഗ്നറ്റിക് ഫ്ലെക്സ് ഡെൻസിറ്റി ഇവയുടെ യൂണിറ്റ്സ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. SI യൂണിറ്റ് ഈസ് ടെസ്ല. ക്യാപിറ്റൽ T ആണ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതർ യൂണിറ്റ് ഈസ് ഗോസ്, capital G. 1 Gauss is equal to 10 raised to minus 4 Tesla. ഇനി എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ഈസ് 3.6 into 10 raised to minus 5 Tesla. The magnetic induction B in a region is said to be 1 Tesla if the force acting on a unit charge 1 coulomb moving perpendicular to the magnetic field B with a speed of 1 meter per second is 1 Newton. That means ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായി 1 കൂളോം ചാർജ് 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യുമ്പോൾ അത് 1 ന്യൂട്ടൺ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ 1 ടെസ്ല എന്ന് പറയുന്നത്. അതായത് ചാർജ് 1 കൂളോം, സ്പീഡ് 1 മീറ്റർ പെർ സെക്കൻഡ്, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 1 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് 1 ടെസ്ല. ഓക്കെ.